ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോഡ് ഫൗണ്ടേഷൻ പസിൽ സീരീസ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പസിലുകളും മെൻറ്റികളും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അടിപൊളിയായിട്ടുള്ള എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പസിൽസ് ആണ്. ഫസ്റ്റ് വൺ നോക്കിക്കോ. യു ഹാവ് 9 ബോൾസ്. നിങ്ങളുടെ കയ്യിൽ 9 ബോളുകളുണ്ട്. ഫസ്റ്റ് വൺ വളരെ സിമ്പിളാണ്, ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓൾ ഐഡൻറ്റിക്കൽ എക്സെപ്റ്റ് വൺ ദാറ്റ് ഈസ് ഹെവിയർ. ഇത് കാണാനെല്ലാം ഒരുപോലെയാണ്. ഇതിൽ ഏതോ ഒരാൾ വെയിറ്റ് കൂടുതലാണ്, ഒരാൾ മാത്രം വെയിറ്റ് കൂടുതലാണ്. യു ഹാവ് എ ബാലൻസ് സ്കെയിൽ. നിങ്ങളുടെ കയ്യിൽ ഒരു ബാലൻസ് സ്കെയിൽ ഉണ്ട്, ഒരു ത്രാസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ക്യാൻ യൂസ് ഇറ്റ് ട്വൈസ്. അത് നിങ്ങൾക്ക് 2 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഹൗ ഡു യു ഫൈൻഡ് ദി ഓഡ് ബോൾ? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും വെയിറ്റ് ഉള്ള ബോൾ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നതാണ് ചോദ്യം. സിമ്പിളാണ്. 9 ഐഡൻറ്റിക്കൽ ബോളുകളുണ്ട്, അതിൽ ഒന്നിന് മാത്രം വെയിറ്റ് കൂടുതലാണ്. ഈ ഒരു ബാലൻസ് സ്കെയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ഒരു വെയിറ്റ് ഉള്ളതിനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആദ്യം വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആൻഡ് ആൻസർ എങ്ങനെയാണ് വരിക നോക്കിക്കോ. ഞാൻ ഈ 9 ബോളുകളെ ശ്രദ്ധിച്ചോ, ഞാൻ ഈ 9 ബോളുകളെ 3 ഗ്രൂപ്പുകളാക്കി തിരിക്കുകയാണ്. ഓക്കെ, ഈ 9 ബോളുകളെ 3-3-3 എന്നിങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ക്ലിയർ? എന്ത് ചെയ്തു, 9 ബോളുകളെ 3 വീതമുള്ള 3 ഗ്രൂപ്പുകളാക്കി. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാറിയോ, ഞാൻ നമ്പർ ഇടാണ്. 1, 2 and 3 3 ഗ്രൂപ്പുകളാക്കിയല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 1 എന്ന് പറയുന്ന 3 ബോളിനെ ഞാൻ ഈ ബാലൻസ് സ്കെയിലിൻ്റെ ഒരു ഭാഗത്തും ആൻഡ് 2 എന്ന് പറയുന്ന ബോളിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ ഞാൻ ബാലൻസ് സ്കെയിലിൻ്റെ അപ്പുറത്തെ സൈഡിലും എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. എന്താ ചെയ്തത്, ഗ്രൂപ്പ് 1നെ ഞാൻ ഇവിടെയും ഗ്രൂപ്പ് 2നെ ഞാൻ ഇവിടെയും വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ പലതും സംഭവിക്കാം അല്ലേ? എന്ത് സംഭവിക്കാം? ഇഫ് ഈ 2 ഭാഗവും ഒരുപോലെയാണ് നിൽക്കുന്നതെങ്കിൽ, ഈ ബാലൻസ് സ്കെയിൽ ബാലൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം വെയിറ്റ് കൂടിയ ബോൾ ഇതിൽ 2ലും ഇല്ല. വെയിറ്റ് കൂടിയ ബോൾ ഇതിൽ 2ലും ഇല്ല. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് കൂടിയ ബോൾ എവിടെയായിരിക്കും? 3ാമത്തതിലായിരിക്കും ഉണ്ടാവുക. അല്ല, നേരെ മറിച്ച് എന്ത് സംഭവിക്കുകയാണ്, ഒരു ഭാഗം അല്പം താഴുന്നു. നമുക്കറിയാം ബാലൻസ് സ്കെയിൽ വെയിറ്റ് കൂടിയ ഭാഗം താഴല്ലേ ചെയ്യുക. അപ്പോൾ ഒരു ഭാഗം, ഇപ്പോൾ 2 എന്ന് പറയുന്ന ഈ സൈഡാണ് താഴ്ന്നു പോണതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ 2 എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരിക്കും ഹെവിയർ ബോൾ ഉള്ളത്. അല്ല, 1 എന്ന് പറയുന്ന ഭാഗമാണ് താഴ്ന്നു പോകുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഐഡൻറ്റിഫൈ ചെയ്യാം, ഈ ഭാഗത്തായിരിക്കും വെയിറ്റ് ഉള്ള ബോൾ. അപ്പോൾ ആദ്യത്തെ ബാലൻസിങ്ങിൽ തന്നെ നമുക്ക് ക്ലിയർ ആകും ഹെവിയർ ബോൾ ഏതിലാണുള്ളത്. ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ 3ാമത്തെ ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. അല്ല, ഈ ഭാഗമാണ് താഴുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഭാഗമാണ് താഴ്ന്നതെങ്കിൽ ഈ 3ലേതൊന്നായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടി ഏതോ ഒരു ഗ്രൂപ്പിലാണ് വെയിറ്റ് ഉള്ള ബോൾ ഉള്ളത്. ഫോർ എക്സാമ്പിൾ 1ഉം 2ഉം ബാലൻസ് ആയി നിന്നു എങ്കിൽ 3 എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരിക്കും. അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന ഭാഗം താഴ്ന്നാൽ 2ലായിരിക്കും. 1 എന്ന് പറയുന്ന ഭാഗം താഴ്ന്നാൽ 1ലായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ ഹെവിയർ ഗ്രൂപ്പ് എന്ന് നമുക്ക് കിട്ടിയത്, ആ ഹെവിയർ ഗ്രൂപ്പിലുള്ള 3 ബോളുകൾ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു. ആ ഹെവിയർ ഗ്രൂപ്പിലുള്ള 3 ബോളുകളും ഞാൻ എടുത്തു. ഓക്കെ, ഒരു ഗ്രൂപ്പാണല്ലോ ഹെവിയറായി നമുക്ക് കിട്ടിയത്, അതിലുള്ള 3 ബോളും ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ, അതിൽ നിന്നും റാൻഡംലി ഒരു ബോള് ഞാൻ ഇപ്പുറം ഭാഗത്തും ഒരു ബോൾ ഞാൻ ഇപ്പുറം ഭാഗത്തും പ്ലേസ് ചെയ്തു. ഒരു ബോളിനെ ഞാൻ ഇവിടെയും ഒരു ബോളിനെ ഞാൻ ഇവിടെയും പ്ലേസ് ചെയ്തു. ഇവിടെയും കണ്ടീഷൻ ചിന്തിക്കുക, ഇത് നമ്മളെ 2ാമത്തെ ബാലൻസിംഗ് ആണ്, ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ അവിടെയും ചിന്തിക്കുക, ഈ 2 ബോളുകൾ, ഫോർ എക്സാമ്പിൾ ഞാൻ ബോളിനെ എ എന്നും ബി എന്നും സി എന്നും പേരിട്ട് വിളിക്കുകയാണ്. 3 ബോളുകളുള്ളത്, ബോളുകളെ ഞാൻ എന്ത് പേരിൽ വിളിക്കുകയാണ്? എ ബി സി. ഞാൻ എ എന്നും ബി എന്നും പേരുള്ള 2 ബോളുകളാണ് ഇവിടെ ബാലൻസ് ചെയ്തത് എന്ന് വിചാരിച്ചോ. ഇഫ് ആ രണ്ടും ബാലൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹെവിയർ ആയ ബോൾ ഏതായിരിക്കും? സി ആയിരിക്കും. നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ, ഇത് രണ്ടും ഈക്വൽ വെയിറ്റ് ആണെങ്കിൽ അല്ലേ ബാലൻസ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹെവിയർ ബോൾ ഏതായിരിക്കും? സി ആയിരിക്കും. അല്ല, ബി എന്ന് പറയുന്ന സൈഡ് താഴുന്നു,
അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എക്കാൾ വെയിറ്റ് കൂടിയ ആൾ ആരായിരിക്കും? ബി ആയിരിക്കും. അപ്പോൾ ഹെവിയർ ബോൾ ആരായിരിക്കും? ബി ആയിരിക്കും. അല്ല, ബി അല്ല, എ എന്ന സൈഡാണ് താഴ്ന്നു പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഹെവിയർ ബോൾ ആരായിരിക്കും? എ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ബോൾ ബാലൻസ് ചെയ്യുമ്പോൾ എയ്തർ ഇങ്ങോട്ടേക്കോ ചാഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആരാണ് ഹെവിയർ ബോൾ. രണ്ടും ബാലൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലോ ആ കൂട്ടത്തിലേക്ക് എടുക്കാത്ത ആളായിരിക്കും ഹെവിയർ ബോൾ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സിമ്പിളായിട്ട് യൂസ് ചെയ്യുക. ഈ രണ്ട് എന്ത് ചെയ്തു? ഗ്രൂപ്പുകൾ രണ്ട് സൈഡിൽ വെച്ചു. അപ്പോൾ ഏതോ ഒന്ന് വെയിറ്റ് കൂടിയാൽ ആ ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. അല്ല, രണ്ടും ബാലൻസ്ഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏത് ഗ്രൂപ്പിലാണോ ഹെവിയർ ഉള്ളത് ആ മൂന്നാളെ എടുത്തു, അതിന് രണ്ടാളെയും ബാലൻസ് ചെയ്തു. രണ്ടും ബാലൻസ് ആയി നിൽക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ബോൾ ഹെവിയർ ആയിരിക്കും. അല്ല, ഏത് ഭാഗമാണോ വെയിറ്റ് കൂടുതൽ ആ ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഹെവിയർ ബോൾ. ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു പസിലും കൂടി നോക്കാം. ഇത് നല്ല പസിലാണ്. നോക്കിക്കോ. യു ഹാവ് 2 ropes ആൻഡ് എ ലൈറ്റർ. 2 റോപ്പുകളും ഒരു ലൈറ്ററും ഉണ്ട്. ഈച്ച് റോപ്പ് ടേക്സ് എക്സാക്ട്ലി 1 hour ടു ബേൺ. ഒരു റോപ്പ് കത്തിത്തീരണമെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി 1 hour, 1 മണിക്കൂർ എടുക്കും. ബട്ട് ഡസിൻ ബേൺ ഈവൻലി. പക്ഷെ കൃത്യമായ ഓർഡറിലല്ല കത്തുന്നത്. എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കറക്റ്റ് കാമണിക്കൂർ കൊണ്ട് കാൽഭാഗം, അരമണിക്കൂർ കൊണ്ട് പകുതി, 1 മണിക്കൂർ കൊണ്ട് ഫുള്ള്, അങ്ങനെ ഒരു കൃത്യമായ ഓർഡറിലല്ല ഇത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താ അറിയോ? ഹൗ ഡു യു മെഷർ 45 minutes? ഈ 2 റോപ്പും ലൈറ്ററും യൂസ് ചെയ്തുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഈ റോപ്പ് കത്തിത്തീരുമെന്നുള്ള ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് 45 മിനിറ്റ് എന്നുള്ള ടൈം മെഷർ ചെയ്യാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. എങ്കിൽ നോക്കിക്കോ, എന്താ നമ്മൾ ചെയ്യുക? ഈ റോപ്പ് കത്തിത്തീരണമെങ്കിൽ ടോട്ടലി എടുക്കുന്ന ടൈം 1 hour ആണ്. ഈ റോപ്പും കത്തിത്തീരണമെങ്കിൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ടോട്ടലി 1 hour ആണെന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്ന് 45 minutes കണ്ടുപിടിക്കുക? നോക്കിക്കോട്ടോ, അതൊരു നല്ലോണം തല വർക്ക് ചെയ്യേണ്ട ചോദ്യമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? ഞാൻ ഈ ലൈറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഈ സൈഡും ഒരുമിച്ച് കത്തിക്കുന്നു. ഒരു റോപ്പിനെ നമുക്ക് എ എന്നും ബി എന്നും പേര് വിളിക്കുമെന്ന് വിചാരിച്ചോ. എ എന്ന റോപ്പിനെ ഞാൻ 2 സൈഡിലും എന്ത് ചെയ്യുന്നു? കത്തിച്ചു. റോപ്പ് എ എന്ന് പറയുന്ന റോപ്പിൻ്റെ 2 സൈഡും ഞാൻ കത്തിച്ചു. ബി എന്ന് പറയുന്ന റോപ്പിൻ്റെ ഒരു സൈഡ് മാത്രവും ഞാൻ എന്ത് ചെയ്തു? ഓപ്പൺ ആക്കി. അങ്ങനെയാണെങ്കിൽ കത്തിച്ചു കേട്ടോ, ഒരു സൈഡ് മാത്രം കത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്ക്. അപ്പോൾ എ എന്ന് പറയുന്ന റോപ്പിനെ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് കത്തിച്ച് തുടങ്ങിയതെങ്കിൽ 1 മണിക്കൂർ കൊണ്ടല്ലേ ഇനിയോ കത്തിത്തീരുക. 2 സൈഡിൽ നിന്നും കൂടി കത്തി വരികയാണ് എന്നുണ്ടെങ്കിൽ, 2 സൈഡിൽ നിന്നും കൂടി കത്തി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് എത്ര ടൈം കൊണ്ട് കത്തിത്തീരും? 30 minutes കൊണ്ട് കത്തിത്തീരും. അത് എത്ര മിനിറ്റ് കൊണ്ട് കത്തിത്തീരും? 30 minutes. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഈ റോപ്പ് എ എന്ന് പറയുന്ന റോപ്പ് 30 മിനിറ്റ് കൊണ്ട് കത്തിത്തീർന്നു. എ എന്ന് പറയുന്ന റോപ്പ് 30 മിനിറ്റ് കൊണ്ട് കത്തിത്തീർന്നപ്പോൾ ബി ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല നമ്മൾ കത്തിച്ച് പോയത്. ഫോർ എക്സാമ്പിൾ, ബി എന്ന് പറയുന്ന റോപ്പ് ഇവിടെ എത്തി എന്ന് വിചാരിച്ചോ. കത്തിയിട്ട് ഇവിടെ എത്തി. കറക്റ്റ് 30 മിനിറ്റ് കൊണ്ട് പകുതി എത്തണം എന്നുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. 30 മിനിറ്റ് കൊണ്ട് ഈ റോപ്പ് കത്തിത്തീർന്ന 30 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി എന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള ഈ റോപ്പ് കത്തിത്തീരാൻ ബാക്കി എത്ര സമയമുള്ളത്? 30 മിനിറ്റ് ഉള്ളത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 മണിക്കൂർ കൊണ്ടാണ് ഇത് കത്തിത്തീരുന്നതുള്ളത്. അപ്പോൾ ബാക്കിയുള്ള റോപ്പ് കത്തിത്തീരാൻ 30 മിനിറ്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ തീ കത്തി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ 30 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തെ ഭാഗം കൂടി കത്തിച്ചു കൊടുക്കുന്നു. ഞാൻ ഇപ്പുറത്തെ സൈഡ് കൂടി കത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഇവിടുന്നും തീ കത്തി വരികയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പകുതി ടൈം കൊണ്ട് കത്തിത്തീരൂലേ? അങ്ങനെയാണെങ്കിൽ ആ 30 മിനിറ്റ് കത്തിത്തീരേണ്ട സാധനം 2 സൈഡിൽ നിന്നും കൂടി ഞാൻ തീ കൊളുത്തുമ്പോൾ എത്ര മിനിറ്റ് കൊണ്ട് കത്തിത്തീരും? 30 മിനിറ്റ് കൊണ്ട് കത്തിത്തീരും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ഈ കയറ് കത്തിത്തീരുമ്പോഴേക്ക് 30 മിനിറ്റും പ്ലസ് 15 മിനിറ്റും ടോട്ടൽ 45 മിനിറ്റായിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ബ്രെയിൻ യൂസ് ചെയ്യുക, നല്ലപോലെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടെത്തുക, അത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ്.